ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ചാപ്റ്ററിൻ്റെ അവസാനത്തെ ടോപ്പിക്കുകളിലേക്ക് കിടക്കുകയാണ്. അടുത്ത നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്താണ്? അസിയോട്രോപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അപ്പോൾ അസിയോട്രോപ്സ് എന്ന് പറയുമ്പോൾ അവരെന്തായിരിക്കും? ബൈനറി മിക്സ്ചേഴ്സ് ആയിരിക്കും. ബൈനറി, ബൈ വേർഡ് എന്താ മീൻ ചെയ്യുന്നത്? രണ്ടെണ്ണം അല്ലേ? അപ്പോൾ ബൈനറി മിക്സ്ചേഴ്സ് ആയിരിക്കും, രണ്ട് പേരുള്ള മിക്സ്ചർ ആയിരിക്കും. അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേ ഹാവ് സെയിം കോമ്പോസിഷൻ ഇൻ ലിക്വിഡ് ആൻഡ് വേപ്പർ ഫേസ്. അവർക്ക് ലിക്വിഡ് ഫേസിൽ നോക്കുന്ന സമയത്തും വേപ്പർ ഫേസിൽ നോക്കുമ്പോഴും എന്തായിരിക്കും? സെയിം കോമ്പോസിഷൻ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ അവരെന്തായിരിക്കും? ബോയിൽ അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ബോയിൽ ആവുന്നത് എങ്ങനെയായിരിക്കും? കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും ആയിരിക്കും. അപ്പോൾ അസിയോട്രോപ്സ് എന്ന് വെച്ചാൽ ബൈനറി മിക്സ്ചേഴ്സ് ആണ്. എന്തായിരിക്കും പ്രത്യേകത? സെയിം കോമ്പോസിഷൻ ആയിരിക്കും ലിക്വിഡ് ഫേസിലും വേപ്പർ ഫേസിലും നോക്കുമ്പോൾ. അതുപോലെ തന്നെ ബോയിൽ ആവുക എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറിലായിരിക്കും. ഇനി ഇങ്ങനെ ബൈനറി മിക്സ്ചർ ആവുന്ന കേസിൽ എന്താ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു സെപ്പറേറ്റ് ദ കമ്പോണൻസ് ബൈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഈ മിക്സ്ചറിൽ നിന്ന് രണ്ട് കമ്പോണൻസിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാ പറയുന്നത്. എന്തായിരുന്നു ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വെച്ചാൽ? ബോയിലിംഗ് പോയിന്റിന്റെ ഡിഫറൻസിലാണ് സെപ്പറേറ്റ് ചെയ്യുക അല്ലേ? ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞത് ആദ്യം സെപ്പറേറ്റ് ആവും, പിന്നെ കുറേ ടെമ്പറേച്ചർ കൊടുക്കുമ്പോഴാണ് അടുത്ത ആൾ സെപ്പറേറ്റ് ആയിട്ട് വരിക. ഈ കേസിൽ എന്താണ്? രണ്ടുപേരും സെയിം ടെമ്പറേച്ചറിൽ അങ്ങോട്ട് ബോയിൽ ആയിട്ട് ഒരേപോലെയാണ് പുറത്തേക്ക് വരിക. അപ്പോൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇവർ എന്ത് ചെയ്യാൻ പറ്റില്ല? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത മിക്സ്ചേഴ്സ് ഒക്കെ തന്നിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ അസിയോട്രോപ്സ് ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട പോയിന്റ്. ഇനി രണ്ട് ടൈപ്പായിട്ടാണ് എന്തുണ്ട്? അസിയോട്രോപ്സ് ഉണ്ട്. അസിയോട്രോപ്പിനെ രണ്ട് ടൈപ്പായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പേരെന്താന്ന് വരിക? മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പും ഉണ്ട്, അതുപോലെ തന്നെ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പും ഉണ്ട്. ടു ടൈപ്സ് ഓഫ് അസിയോട്രോപ്സ് ഉണ്ട്. ഏതൊക്കെയാ? മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ് ആണ് ഒരു കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി എന്താണ്? മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സ് ആണ് സെക്കൻഡ് കാറ്റഗറി. രണ്ട് ടൈപ്പ് ഉണ്ട്, മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പും മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പും. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഡീവിയേഷനെ പറ്റിയിട്ട്. ഐഡിയൽ സൊല്യൂഷൻ എന്താണ്, നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്താണെന്ന് പഠിച്ചു. എന്തായിരുന്നു? ഐഡിയൽ സൊല്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എന്ത് ഒബേ ചെയ്യും? റോഡ്സ് ലോ ഒബേ ചെയ്യും, അവളുടെ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷനിൽ. അങ്ങനെ ഒബേ ചെയ്യാത്തവരായിരുന്നു എന്ത്? നോൺ ഐഡിയൽ. അപ്പോൾ നോൺ ഐഡിയലിൽ നമ്മൾ റോഡ്സ് ലോ പ്രകാരം പ്രൊഡിക്റ്റ് ചെയ്യുന്ന വാല്യൂ ഒന്നെങ്കിൽ ഹയർ ആയിരിക്കും. ഹയർ ആണെങ്കിൽ നമ്മൾ എന്ത് ഡീവിയേഷൻ എന്ന് പറയും? പോസിറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുക എന്ന് പറഞ്ഞു. വാല്യൂ ലോവർ ആണെങ്കിൽ നെഗറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുക. ആ പോയിന്റ്സ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ അസിയോട്രോപ്പ് വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പോസിറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുന്നത്. മിക്സ്ചർ പോസിറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ റോഡ്സ് ലോന്ന് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുമ്പോൾ അങ്ങനെയുള്ള കാറ്റഗറിയാണ് എന്തിൽ വരുന്നത്? മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ് ഫോം ചെയ്യാം. ക്ലിയർ ആണോ? പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന മിക്സ്ചേഴ്സ് ആണ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആയിട്ട് ഫോം ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ പഠിച്ചത് എന്ത്? എത്തനോളും വാട്ടറും കൂടെയുള്ള മിക്സ്ചർ. എത്തനോളും വാട്ടറും കൂടെയുള്ള മിക്സ്ചർ ഇതുപോലെയുള്ള ഒരു മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പിന് എക്സാമ്പിൾ ആണ്. അടുത്ത പോയിന്റ് ആലോചിക്കുക. സൊല്യൂഷൻസ് ദാറ്റ് ഷോ ലാർജ് നെഗറ്റീവ് ഡീവിയേഷൻ ആണ് ഇനി കാണിക്കുന്നതെന്ന് കരുതുക. റോഡ്സ് ലോന്ന് നെഗറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരെന്താ ഫോം ചെയ്യിക്കുക? മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആയിരിക്കും ഫോം ചെയ്യിക്കുക. പോയിന്റ് ഇത്രയേ ഉള്ളൂ. പോസിറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരായിരിക്കും എന്ത് ഫോം ചെയ്യുക? മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ് ഫോം ചെയ്യുക. അതുപോലെ തന്നെ നെഗറ്റീവ് ഡീവിയേഷൻ ഷോ ചെയ്യുന്നവരാണ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സ് ഫോം ചെയ്യുക. ക്ലിയർ അല്ലേ? ഓക്കെ, ഈ രണ്ടാമത്തെ കാറ്റഗറിയിൽ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പിന് നമുക്ക് പഠിക്കുന്ന എക്സാമ്പിൾ ആണ് എന്ത്? നൈട്രിക് ആസിഡും വാട്ടറും എന്നുള്ളത് ഓർത്ത് വെക്കുക. ഫസ്റ്റ് കാറ്റഗറിയിൽ എന്താലോചിക്കുക? മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പിന് എക്സാമ്പിൾ ആര്? എത്തനോളും വാട്ടറും ആണ്. രണ്ടാമത്തെ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പിന്റെ കാറ്റഗറിയിൽ നമുക്ക് എന്താലോചിക്കാം? നൈട്രിക് ആസിഡും വാട്ടറും തമ്മിലുള്ള മിക്സ്ചറിനെ ഓർക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ലിക്വിഡ് എ ആൻഡ് ബി ആർ 450 and 700 mmHg റെസ്പെക്റ്റീവ്ലി. പ്യുവർ ലിക്വിഡിനെ, പ്യുവർ സ്റ്റേറ്റിനെ ഡിനോട്ട് ചെയ്യാനായിരുന്നു നമ്മൾ എന്ത് മാർക്ക് ചെയ്തേ? നോട്ട് കൊടുത്തിട്ട് P0 എന്ന് കൊടുത്തത് അല്ലേ?
അപ്പോൾ പി നോട്ട് എന്റെ വാല്യൂം അതുപോലെ തന്നെ പി നോട്ട് ബിന്റെ വാല്യൂ ആണ് എന്ത് തന്നിരിക്കുന്നത്, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. 450 ഉണ്ട്, അതുപോലെ സെക്കൻഡ് വൺ 700 mmHg ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ബാക്കി നോക്കാം. ഫൈൻഡ് ഔട്ട് ദ കോമ്പോസിഷൻ ഓഫ് ദ ലിക്വിഡ് മിക്സ്ചർ ഇഫ് ടോട്ടൽ വേപ്പർ പ്രഷർ ഈസ് 600 mmHg. അതായത് പി ടോട്ടൽ എത്രയാണെന്നും തന്നിട്ടുണ്ട്, 600 mmHg. ഓരോ കമ്പോണന്റ്, എ പറഞ്ഞ കമ്പോണന്റിനും ബി പറഞ്ഞ കമ്പോണന്റിനും പ്യുവർ ആയിട്ടുള്ള വേപ്പർ പ്രഷർ തന്നിട്ടുണ്ട് പ്യുവർ സ്റ്റേറ്റിലെ, അതുപോലെ തന്നെ ടോട്ടൽ പ്രഷറും തന്നിട്ടുണ്ട്. ഓൾസോ ഫൈൻഡ് ദ കോമ്പോസിഷൻ ഓഫ് ദ വേപ്പർ ഫേസ്. ഓക്കെ, അപ്പൊ ഇതിന്റെ കോമ്പോസിഷൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഈ ഡാറ്റയാണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, തന്നിരിക്കുന്നത്. അപ്പോ റോഡ്സ് ലോ പ്രകാരം നിങ്ങൾ പഠിച്ച ഇക്വേഷൻ ഒന്ന് ഓർത്തേ. പി എ ഈക്വൽ ടു പ്രഷർ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, പി നോട്ട് എ കൈ എ, ദാറ്റ് മീൻസ് മോൾ ഫ്രാക്ഷൻ. പി ബി ആണെങ്കിൽ നമ്മൾ എഴുതുന്നു. ആൻഡ് നമ്മൾ കൈ ബിനെ മാറ്റി എഴുതിയത് ഓർക്കുന്നുണ്ടോ? കാരണം നിങ്ങൾക്ക് അറിയാം മോൾ ഫ്രാക്ഷൻ ഓഫ് എയും ബിയും ഉണ്ടെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് എ പ്ലസ് മോൾ ഫ്രാക്ഷൻ ഓഫ് ബി സം എപ്പോഴും എന്താ വരിക, 1 ആണ് വരിക. അപ്പോ മോൾ ഫ്രാക്ഷൻ ഓഫ് ബിനെ നമുക്ക് എന്ത് എഴുതാം, 1 മൈനസ് മോൾ ഫ്രാക്ഷൻ ഓഫ് എ എന്ന് കൊടുക്കാലോ. അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ പി ടോട്ടലിന്റെ എക്സ്പ്രഷനും നമ്മൾ ഡെറൈവ് ചെയ്തിരുന്നു. പി ടോട്ടൽ എന്ന് പറയുമ്പോൾ എന്താ വരിക, കമ്പോണൻസിന്റെ സം എടുത്താൽ മതി. എന്റെ പ്രഷറിന്റെയും ബിന്റെ പ്രഷറിന്റെയും കൂടെ സം എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, പി ടോട്ടൽ ഫൈൻഡ് ചെയ്യാം. അപ്പൊ പി ടോട്ടലിന്റെ വാല്യൂ വരുന്നത് പി എ പ്ലസ് പി ബി ആണ്. പി എന്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ പുട്ട് ചെയ്യുന്നു. പി ബിന്റെ ഇക്വേഷൻ നമുക്കറിയാം, അത് പുട്ട് ചെയ്യുന്നു. ആൻഡ് ബ്രാക്കറ്റ് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. പി നോട്ട് ബി ഇൻറ്റു 1 പി നോട്ട് ബി തന്നെ കൊടുത്തു. പി നോട്ട് ബി മൈനസ് കൈ എന്റെ വാല്യൂ പുട്ട് ചെയ്തു. ഈ രണ്ട് ടേമിലും എന്ത് കോമൺ ആയിട്ടുണ്ട്, കൈ എ എന്ന് പറഞ്ഞ ടേം എന്താണ്, കോമൺ ആയിട്ടുണ്ട് അല്ലെ. പിന്നെ പി നോട്ട് ബി. അപ്പൊ പി നോട്ട് ബി പുട്ട് ചെയ്യാം. നോക്കിക്കേ, ഡെറിവേഷൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം അറിയുന്നത് എന്താണ്, പി എ. പി എന്റെ ഡെഫിനിഷൻ ഇക്വേഷൻ എന്തായിരുന്നു, പി നോട്ട് എ മോൾ ഫ്രാക്ഷൻ ഓഫ് എ പ്ലസ് പി ബിന്റെ എന്തായിരുന്നു, പി നോട്ട് ബി മോൾ ഫ്രാക്ഷൻ ഓഫ് ബി അല്ലേ. ഈ മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ആണ് നമ്മൾ എന്ത് ഇക്വേഷൻ പറഞ്ഞത്, 1 മൈനസ് മോൾ ഫ്രാക്ഷൻ ഓഫ് എ. അപ്പൊ ഈ ഒരു ടേമിന് പകരം എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 1 മൈനസ് മോൾ ഫ്രാക്ഷൻ ഓഫ് എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ഓക്കെ, ഇനി ബ്രാക്കറ്റ് എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കേ. പി നോട്ട് ബി ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ പി നോട്ട് ബി തന്നെ കൊടുക്കുക, മൈനസ് പി നോട്ട് ബി മോൾ ഫ്രാക്ഷൻ ഓഫ് എ. ഇവിടെ ആരുണ്ട്, പി നോട്ട് എ മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഉണ്ട്. ഇനി ഞാൻ നോക്കുന്ന സമയത്ത് എന്ത് കോമൺ ആയിട്ട് കാണാൻ പറ്റും, ഇവിടെ ഒരു മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഉണ്ട്, ഇവിടെ ഒരു മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഉണ്ട് അല്ലേ. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, മോൾ ഫ്രാക്ഷൻ ഓഫ് എനെ കോമൺ ആയിട്ട് എടുക്കാലോ. മോൾ ഫ്രാക്ഷൻ ഓഫ് എ കോമൺ ആയിട്ട് എടുത്താൽ പിന്നെ അവിടെ ആരുണ്ട്, പി നോട്ട് എ ഉണ്ട്. അപ്പൊ ഞാൻ പി നോട്ട് എ എന്ന് കൊടുത്തു. ഇവിടെ എടുത്താൽ ബാക്കി ആരുണ്ട്, മൈനസ് പി നോട്ട് ബി ഉണ്ട് അല്ലേ. ഓക്കെ, ഇത് കോമൺ ആയിട്ട് എടുത്ത് മോൾ ഫ്രാക്ഷൻ ഓഫ് എ കോമൺ ആയിട്ട് എടുത്തു ആ ടേമിന്ന്. പിന്നെ അവിടെ വരുന്ന ടേം എന്താണ്, പ്ലസ് പി നോട്ട് ബിയും കൂടെ ഉണ്ട്. നമ്മൾ ഓൾറെഡി ഡെറിവേഷൻ പറഞ്ഞതായിരുന്നു, ഒന്നും കൂടെ ഓർക്കുക. ഇതായിരുന്നു എന്ത്, പി ടോട്ടലിന്റെ ഫൈനൽ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഈ ഒരു ഡാറ്റ കിട്ടിയല്ലോ. ഈ ഒരു ഡാറ്റയിൽ നിന്ന് ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോവാണ്, മോൾ ഫ്രാക്ഷൻ ഓഫ് എ, അതായത് ഈ ഒരു ടേം നമ്മൾ എന്ത് ചെയ്യാണ്, ഫൈൻഡ് ചെയ്യാണ് കേട്ടോ. നോക്കിക്കേ, ഇതല്ല നമ്മുടെ ഇക്വേഷൻ, പി ടോട്ടൽ ഈക്വൽ ടു പി നോട്ട് എ മൈനസ് പി നോട്ട് ബി. കോമൺ ആയിട്ട് നമ്മൾ ആരെടുത്തിട്ടുണ്ട്, മോൾ ഫ്രാക്ഷൻ ഓഫ് എ എടുത്തിട്ടുണ്ട്, ആൻഡ് പ്ലസ് പി നോട്ട് ബി. ഓക്കെ, പി ടോട്ടൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ, വാല്യൂ എത്രയാണ്, 600 അല്ലേ. അപ്പൊ പി ടോട്ടലിന്റെ 600 ഞാൻ പുട്ട് ചെയ്തു. പി നോട്ട് എന്റെ വാല്യൂ എത്ര തന്നത്, 450. പി നോട്ട് ബിന്റെ 700. മോൾ ഫ്രാക്ഷൻ ഓഫ് എ ആണ് എനിക്ക് ഫൈൻഡ് ചെയ്യേണ്ട ടേം, ആൻഡ് P0B 700. ഇതല്ലേ ഇക്വേഷൻ വരാ. ഇതൊന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി,
മോൾ ഫ്രാക്ഷൻ ഓഫ് എന്റെ വാല്യൂ എന്ത് ചെയ്താൽ മതി, ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്തിട്ട് ഫൈൻഡ് ചെയ്താൽ മതി. അപ്പൊ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാ നിങ്ങൾക്ക് വാല്യൂ വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് എന്റെ വാല്യൂ 0.4 എന്ന് കിട്ടും. ഇനി മക്കളെ ആലോചിച്ച് മോൾ ഫ്രാക്ഷൻ ഓഫ് എ കിട്ടിക്കഴിഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് ബി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്കറിയാം മോൾ ഫ്രാക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സം എന്തായിരിക്കും? 1 ആയിരിക്കും. മോൾ ഫ്രാക്ഷൻ ഓഫ് എ പ്ലസ് മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ചെയ്തിട്ടുണ്ടെങ്കിൽ വാല്യൂ 1 ആയിരിക്കും. അപ്പൊ ഒന്നിന്റെ വാല്യൂ 0.4 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ 1 മൈനസ് 0.4 ചെയ്താൽ മതി. 1 മൈനസ് 0.4 ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ എന്ത് കിട്ടും? 0.6 എന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ മോൾ ഫ്രാക്ഷൻ ഓഫ് എയും കിട്ടി, മോൾ ഫ്രാക്ഷൻ ഓഫ് ബിയും കിട്ടി. ഒന്ന് 0.4 ആണ്, ഒന്ന് 0.6 ആണ്. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഇനി നിങ്ങൾക്ക് പി എ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. പി എന്റെ ഇക്വേഷൻ അറിയാം. പി എ ഈക്വൽ ടു പ്യുവർ സ്റ്റേറ്റ് ഇൻറ്റു മോൾ ഫ്രാക്ഷൻ. പ്യുവർ സ്റ്റേറ്റിലുള്ളത് നമുക്കറിയാം എത്രയാണ്? 450 ആണ്. മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഇപ്പൊ നമ്മൾ ഫൈൻഡ് ചെയ്തല്ലോ, 0.4 ആണ്. അപ്പൊ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? പി എ കിട്ടും. ഓക്കെ, പി എ ഈക്വൽ ടു പ്യുവർ സ്റ്റേറ്റിലുള്ള വേപ്പർ പ്രഷർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് എ ആണ്. പ്യുവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 450 ആണ്. മോൾ ഫ്രാക്ഷൻ ഓഫ് എ നമ്മളിപ്പോൾ ഫൈൻഡ് ചെയ്ത് വെച്ചു 0.4 ആണ്. മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പി എയുടെ വാല്യൂ കിട്ടും. സിമിലർ വേയിൽ ഇനി എന്തും കൂടെ ഫൈൻഡ് ചെയ്തേ, പി ബി ഒന്ന് ഫൈൻഡ് ചെയ്തേ. പി ബി കാണാൻ എന്താ ഇക്വേഷൻ വരിക? പ്യുവർ സ്റ്റേറ്റിലുള്ള ബിന്റെ പ്രഷർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് ബി അല്ലേ. പ്യുവർ സ്റ്റേറ്റിലുള്ള പ്രഷർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 700 ആണ്. മോൾ ഫ്രാക്ഷൻ ഓഫ് ബി നമ്മളിപ്പോൾ ഫൈൻഡ് ചെയ്തു 0.6 ആണ്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? പി ബി കിട്ടും. പി എയും പി ബിയും ഫൈൻഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പിൽ ഇനി നമ്മളോട് ചോദിച്ചത് എന്താണ്? വേപ്പർ ഫേസിലാണ് മോൾ ഫ്രാക്ഷൻ കാണേണ്ടത് അല്ലേ. എങ്ങനെയാ കാണുക? ഏതിൻ്റെ ആണോ ഫൈൻഡ് ചെയ്യേണ്ടത്, എന്റെ ആണ് ഫൈൻഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എന്റെ പ്രഷറാണ് മേലെ കൊടുത്തത്, സം ആണ് താഴെ കൊടുത്തത്. എന്റേത് എത്രയാ വന്നിരിക്കുന്നത്? 180. അപ്പൊ നമ്മൾ 180 മേലെ കൊടുത്തു. സമ്മ്, ടോട്ടൽ സമ്മ്, അതായത് ഈ 180ന്റെയും 420ന്റെയും സമ്മ് വേണം. ടോട്ടൽ നമ്പർ ഓഫ് പാർഷ്യൽ പ്രഷർ ആണ് ഇവിടെ കൊടുത്തത്, താഴെ കൊടുത്തത്. 180 ഉണ്ട്, 420 ഉണ്ട്. അപ്പൊ നമ്മൾ ആ വാല്യൂ എന്ത് ചെയ്യുക? സം ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? 600. 180/600 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0.30 എന്ന് കിട്ടും. ഒന്നിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് ടേമിന്റെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എന്റേത് കിട്ടിക്കഴിഞ്ഞു, നിങ്ങൾക്കറിയാം രണ്ടും കൂടെ ആഡ് ചെയ്താൽ വാല്യൂ എന്താ വരിക? 1 ആണ്. അപ്പൊ അടുത്ത ഫൈൻഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 1 മൈനസ് 0.30. അപ്പൊ നിങ്ങൾക്ക് 0.70 എന്ന് ആൻസർ കിട്ടും കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഫ്രഷ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ടോപ്പിക് എന്താ വരുന്നത്? കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് മോളാർ മാസ്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് നമുക്ക് അത് ഏതൊക്കെയാണ്, അതിന്റെ ഡെഫിനിഷൻ എന്താന്ന് അത് നോക്കാം കേട്ടോ. അപ്പൊ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രത്യേകത, ദേ ഡിപ്പെൻഡ് ഓൺ ദ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ നേച്ചർ relative to the total number of particles present in the solution. അതായത് അവർ എന്തിനെയാ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളത്? എത്ര നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് പ്രസന്റ് ആണ്. ആ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിളിന് ഈ പ്രോപ്പർട്ടി എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ എന്തിനു ഡിപ്പെൻഡ് ചെയ്യില്ല? നേച്ചർ ഓഫ് ദ സൊല്യൂട്ട്, അത് ഏത് നേച്ചറിലാണ്, ആ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ നേച്ചർ ദേ ഡിപ്പെൻഡ്, എന്താ ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ. പോയിന്റ് ഇത്രയേ ഉള്ളൂ, ഓർക്കേണ്ടത് എന്താണ്? ഡിപ്പെൻഡ് ഓൺ ദ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ, നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ നേച്ചർ, നേച്ചറിന് എന്ത് ചെയ്യുന്നില്ല? നോക്കുന്നില്ല. അങ്ങനെയുള്ള പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇപ്പൊ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനിഷൻ എന്താണ് പറയേണ്ടത്? Properties which depend on the number of solute particles irrespective of their nature relative to the total number of particles present in the solution. അപ്പോൾ ഈ ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? ഇങ്ങനെ നേച്ചറിനെ നോക്കാതെ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് നോക്കാൻ പേരല്ലേ.
ഫസ്റ്റ് വൺ പഠിക്കാനുള്ളത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. വേപ്പർ പ്രഷർ എന്താ ചെയ്യുക, ലോവർ ആവുന്നത് ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. രണ്ടാമത്തെ എന്താണ്, ഡിപ്രീഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദ സോൾവെന്റ്. ഡിപ്രീഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് വെച്ച് എന്താ, ഫ്രീസിംഗ് പോയിന്റ് ലോവർ ആവുക അല്ലേ. ഓക്കെ. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ സോൾവെന്റ്. എലിവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുന്ന കേസ്. ആൻഡ് നാലാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ് ഏത്, ഓസ്മോട്ടിക് പ്രഷർ. അപ്പൊ എന്തൊക്കെയാ നമ്മുടെ പോയിന്റ് ആലോചിക്കേണ്ടത്, ഒന്ന് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, അടുത്തത് ഡിപ്രീഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, മൂന്നാമത്തത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഫോർത്ത് വൺ ഓസ്മോട്ടിക് പ്രഷർ. ഈ നാലെണ്ണാണ് എന്തിൽ പഠിക്കാനുള്ളത്, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ എന്താ ചെയ്യുക, ലോവറിംഗ് അല്ലെ, ഡിക്രീസ് ആണ് ചെയ്യുക when a non-volatile solute is added to a volatile solvent. എന്തായിരുന്നു volatile non volatile വെച്ചാല്, volatile വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, പെട്ടെന്ന് വേപ്പറൈസ്ഡ് ആവുന്നവരാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ volatile ആയിട്ടുള്ള ഒരു സോൾവെന്റിലേക്ക് നോൺ വോളറ്റൈൽ, വേപ്പറൈസ്ഡ് ആവാതെ നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ എന്താ നടക്കുക, അവരുടെ വേപ്പർ പ്രഷർ ലോവർ ആവുക ചെയ്യുക, ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ അതിനെ കണക്ട് ചെയ്യുന്നത് മെനി പ്രോപ്പർട്ടീസ് ഓഫ് സൊല്യൂഷൻ വിച്ച് ആർ കണക്റ്റഡ് വിത്ത് ദിസ് ഡിക്രീസ് ഓഫ് വേപ്പർ പ്രഷർ. അപ്പോൾ വേപ്പർ പ്രഷർ കുറയുന്നതിനനുസരിച്ച് വേറെ പല പ്രോപ്പർട്ടിയും അതിനോട് കണക്ട് ചെയ്ത് വേറെ പല പ്രോപ്പർട്ടിക്കും എന്ത് നടക്കുന്നുണ്ട്, ചേഞ്ച് നടക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ് ഇതെല്ലാം കേട്ടോ, നമ്മൾ പഠിച്ച പോയിന്റ്സുകളെല്ലാം. 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും ഓർമ്മ ഉണ്ടാവണം കേട്ടോ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, ഡിപ്രീഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ആൻഡ് ദ ഫോർത്ത് വൺ ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ 4 ഓരോ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെയും എന്താണ് ഡെറിവേഷൻ, നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കും ആൻഡ് അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, പ്രോബ്ലംസ് കാൽക്കുലേഷൻസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ നോക്കാം, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണ് നമ്മുടെ ഫസ്റ്റ് ടേം എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് റോഡ്സ് ലോ പ്രകാരം നമ്മുടെ ഇക്വേഷൻ അറിയാം അല്ലേ, പി എ ഈക്വൽ ടു പി നോട്ട് എ കൈ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ P1 ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും, P01 പ്യുവർ സ്റ്റേറ്റിലുള്ള പ്രഷർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് 1 കൊടുക്കുക. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഡെൽറ്റ P1 ആണ്. അതായത് ഡെൽറ്റ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ചേഞ്ചിന് അല്ലെ, ചേഞ്ച് ഇൻ P1 ആണ് കാണണ്ടേന്ന് കരുതുക. അപ്പൊ അതെങ്ങനെയാ ഫൈൻഡ് ചെയ്യേണ്ടത്, P01 മൈനസ് P1, അതായത് പ്യുവർ ആയിട്ട് നിൽക്കുന്ന ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഇപ്പൊ ഉണ്ടായ ആ ഒരു ചേഞ്ച് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഡെൽറ്റ P1 എന്ന് വെച്ച ഇക്വേഷൻ എന്ത് എഴുതാം, P01 മൈനസ് P1 എന്ന് എഴുതാം. ഡൗട്ട് ഇല്ലല്ലോ. ഡെൽറ്റ P1നെ ചേഞ്ചിനെ നമുക്ക് എന്ത് കൊടുക്കാം, P01 മൈനസ് P1 എന്ന് കൊടുക്കാം. ഇനി P1 എന്താന്ന് നമ്മൾ ഓൾറെഡി ഇക്വേഷൻ പഠിച്ചല്ലോ. P1 എന്തായിരുന്നു, P01 Chi1 എന്നുള്ള ഇക്വേഷൻ. അപ്പോൾ ഞാൻ അത് പുട്ട് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, ഇനി ഈ 2 ടേമിലും എന്ത് കോമൺ ആണ്, ഈ പ്യുവർ പ്രഷർ എന്താണ്, കോമൺ ആണ് അല്ലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ആ പ്യുവർ പ്രഷറിനെ കോമൺ ആക്കി എടുക്കുന്നു. പിന്നെ അവിടെ 1 മൈനസ് Chi1 എന്നല്ലേ ഉണ്ടാവുക. 1 മൈനസ് മോൾ ഫ്രാക്ഷൻ ഓഫ് 1 എന്താണ്, നിങ്ങൾക്ക് അറിയാലോ, മോൾ ഫ്രാക്ഷൻ ഓഫ് 1 പ്ലസ് മോൾ ഫ്രാക്ഷൻ ഓഫ് 2 1 ആണ്. അങ്ങനെയാണെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് 2 അല്ലേ നമ്മൾ എന്ത് പറയുക, 1 മൈനസ് മോൾ ഫ്രാക്ഷൻ 1 എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ടേമിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും, മോൾ ഫ്രാക്ഷൻ ഓഫ് 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ഈ ഒരു ഇക്വേഷൻ വരെ ക്ലിയർ ആണോ? ചേഞ്ച് ഇൻ P1 കാണുമ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് 2 ഇൻറ്റു പ്യുവർ സ്റ്റേറ്റിന്റെ പ്രഷർ 1ന്റെ കൊടുത്താൽ മതി. ക്ലിയർ? ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ടേമിനെ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യാണ് കേട്ടോ. അപ്പൊ എന്ത് നടക്കും, ഡെൽറ്റ P1 ഡിവൈഡഡ് ബൈ P01 എന്ന് വരും, ഈക്വൽ ടു എന്ത് വരും, മോൾ ഫ്രാക്ഷൻ ഓഫ് 2. ഡെൽറ്റ P1 എന്താന്ന് നമ്മളിവിടെ ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഡെൽറ്റ P1 എന്തായിരുന്നു,
P01 മൈനസ് P1. അപ്പൊ ഡെൽറ്റ P1നെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? P01 മൈനസ് P1 ഡിവൈഡഡ് ബൈ P01 ഈക്വൽ ടു എന്തെന്ന് കിട്ടും? മോൾ ഫ്രാക്ഷൻ ഓഫ് 2. എവിടെന്നാ നമുക്ക് കിട്ടിയത്? ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ ഡെൽറ്റ P1 എന്താണ്? ആ ഡെൽറ്റ P1 ജസ്റ്റ് പുട്ട് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ P01 മൈനസ് P1 ബൈ P01 ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് 2. കിട്ടിയോ? ഓക്കെ, ഇനി ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട് ആലോചിക്കാം. മോൾ ഫ്രാക്ഷൻ ഓഫ് 2 ഇനി എങ്ങനെയാ കാണുക? ഏതിൻ്റെയും മോൾ ഫ്രാക്ഷൻ കാണുക എങ്ങനെയാണ്? ആ കമ്പോണന്റ്, ഏത് കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ ആണോ ഫൈൻഡ് ചെയ്യേണ്ടത് അതിന്റെ നമ്പർ ഓഫ് മോൾസ് മേലെ കൊടുക്കുക, ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഡിനോമിനേറ്ററിൽ പുട്ട് ചെയ്യുക. അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് 2 ആണ് എനിക്ക് കാണേണ്ടതെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് 2 മേലെ കൊടുക്കുക, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് 1ഉം 2ഉം കൂടെയുള്ള സമ്മ് താഴെ കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കിട്ടൂലേ? അതായത് മോൾ ഫ്രാക്ഷൻ ഓഫ് 2നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഫോമിലേക്ക് മോൾ ഫ്രാക്ഷൻ്റെ ഇക്വേഷനും കൂടെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ആലോചിക്കുമ്പോൾ ഇവിടെ എന്തുണ്ട്? 2 ടേം ഉണ്ട് അല്ലേ സമ്മ് എന്ന് പറയുമ്പോൾ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, മോൾ ഫ്രാക്ഷൻ ഓഫ് 2 എന്താണ്? വളരെ ലെസ് ആയിരിക്കും കമ്പയർഡ് ടു N1. മോൾ ഫ്രാക്ഷൻ ഓഫ് 1, നമ്പർ ഓഫ് മോൾസ് ഓഫ് 1നെ കമ്പയർ ചെയ്യുമ്പോൾ 2 എന്തായിരിക്കും? വളരെ ലെസ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ആ ടേമിന് എന്ത് ചെയ്യാൻ പറ്റും? നെഗ്ലക്ട് ചെയ്ത് കളയാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യുന്നു? N2 എന്ന് പറഞ്ഞ ടേമിന് എന്ത് ചെയ്ത് കളയുന്നു? നെഗ്ലക്ട് ചെയ്ത് കളയുന്നു. അപ്പൊ നിങ്ങളുടെ ഇക്വേഷൻ എന്തായിട്ട് വരും? മേലെ N2 അതുപോലെ തന്നെ നമ്മൾ പുട്ട് ചെയ്തു, താഴെ N1 N2 N2 ടേമിന് നമ്മൾ എന്ത് ചെയ്തു? നെഗ്ലക്ട് ചെയ്തു. അപ്പൊ എന്ത് കൊടുത്താൽ മതി? N1 മാത്രം പുട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്പർ ഓഫ് മോൾസിന്റെ ഇക്വേഷൻ പുട്ട് ചെയ്തേ. എങ്ങനെയായിരുന്നു നമ്പർ ഓഫ് മോൾസ് ഫൈൻഡ് ചെയ്യുക? കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ ഇക്വേഷൻ നമ്മൾ ചെയ്തതാണ്. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് 2 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഗിവൺ മാസിനെയാണ് നമ്മൾ എന്ത് വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്? W വെച്ച് ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. 2 ആണെങ്കിൽ N2 ആണെങ്കിൽ ഗിവൺ മാസ് 2 മോളാർ മാസ് 2 എന്ന് പുട്ട് ചെയ്യുക. അതുപോലെ തന്നെ N1 ആണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഗിവൺ മാസ് N1 ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്തൊക്കെയാ മതി? W1 ബൈ M1 എന്ന ടേം കൊടുത്താൽ മതി. അപ്പൊ അതൊന്ന് പുട്ട് ചെയ്ത് നോക്കിക്കേ. N2 കാണുന്ന അവിടെ നമ്മൾ എന്ത് മാർക്ക് ചെയ്യുക? W2 ബൈ M2. N1 കാണുന്ന ടേമിൽ എന്ത് കൊടുക്കുക? W1 ബൈ M1 എന്ന് പുട്ട് ചെയ്യുക. ക്ലിയർ ആണോ? ഇനി 1 ബൈ എഗെയിൻ ബൈ ഡിവിഷൻ വരുമ്പോൾ ഈ ഒരു ടേം എന്ത് ചെയ്യും? മേലോട്ട് വരുമല്ലോ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ കിട്ടിയോ നോക്കിക്കേ. റൈറ്റ് ഹാൻഡ് സൈഡ് W2 ഇൻറ്റു M1 ഡിവൈഡഡ് ബൈ M2 ഇൻറ്റു W1. ജസ്റ്റ് റീഅറേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത്? ഫൈനൽ ഇക്വേഷൻ കേട്ടോ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിന്റെ ഫൈനൽ ഇക്വേഷൻ ഇതാണ്. ഇതിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? M2 ഫൈൻഡ് ചെയ്യാനാണ് അധിക കേസിലും ചോദിക്കാറ്. ഡിറ്റർമിനേഷൻ ഓഫ് മോളാർ മാസ് ആണല്ലോ. അപ്പോൾ M2ന് എന്ത് ചെയ്താൽ മതി? ബാക്കി ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയൊക്കെ പുട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? M2ന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് ഫൈനൽ ഇക്വേഷൻ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഫൈനൽ ഇക്വേഷൻ P01 മൈനസ് P1 ബൈ P01 ഈക്വൽ ടു W2 ഇൻറ്റു M1 ഡിവൈഡഡ് ബൈ M2 ഇൻറ്റു W1. ഈ ഓരോ ടേം 1, 2, WM എന്നുള്ള ടേം ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഈ മേലെ നോട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അത് പ്യുവർ സ്റ്റേറ്റിനാണ് എന്ന് ആലോചിക്കുക. W ഗിവൺ മാസ് ആണ്, M മോളിക്കുലാർ മാസ് ആണ് കേട്ടോ. പിന്നെ ഈ 1, 2 എന്ന് കാണുമ്പോൾ ആലോചിക്കുക, 1 എപ്പോഴും സോൾവെന്റിനെ AB എന്നാണ് ഡിനോട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും 1, 2 ആണെങ്കിൽ 1 അതെന്തിനാ മീൻ ചെയ്യുന്നത്? സോൾവെന്റിനെ കേട്ടോ. 2 അല്ലെങ്കിൽ B എന്നൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ് എന്ത്? സൊല്യൂട്ടിനെ കാണിക്കുന്നത്. ക്ലിയർ? ഓക്കെ, ഇനി അത് വെച്ചിട്ട് എന്ത് ചെയ്യാം? ഒരു പ്രോബ്ലം നോക്കാം. Vapor pressure of pure benzene at a certain temperature is 0.850 bar. Pure benzene ആണ് എന്ന് പറയുമ്പോൾ അത് എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? അവിടെ P01 കേട്ടോ.
0.850. Okay. A non-volatile, non-electrolyte solid, അതായത് എന്താണ് നമ്മുടെ സൊല്യൂട്ട് അതിലേക്ക് ആഡ് ചെയ്യാണ് കേട്ടോ. 0.5 gram, അതായത് ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. സൊല്യൂട്ട് ആണെങ്കിൽ ഞാൻ ഏതാ കൊടുക്കാൻ പറഞ്ഞത്? 2 ആണ് നമ്പർ. സോൾവെന്റ് 1ഉം സൊല്യൂട്ട് 2ഉം. ഗിവൺ മാസ് ആണെങ്കിൽ W, മോളിക്കുലാർ മാസ് ആണെങ്കിൽ M. അപ്പോൾ ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട്, ഗിവൺ മാസ് എന്ന് പറയുമ്പോൾ W, സൊല്യൂട്ട് ആയതുകൊണ്ട് 2. വാല്യൂ എത്രയാ തന്നിരിക്കുന്നത്? 0.5 ആണ് എന്ന്. ആ ഡാറ്റ ഒന്ന് പിക്ക് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. സൊല്യൂട്ട് കാണുമ്പോഴൊക്കെ 2 ആണ് എന്നുള്ള ടേം ആലോചിക്കുക. ഗിവൺ മാസ് W വെച്ചിട്ട് 0.5 gram when added to 39 gram of benzene. ബെൻസീൻ ആണ് അവിടെ എന്ത്? സോൾവെന്റ് അല്ലേ? അതായത് W1 വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 39 ആണ് എന്ന്. മോളാർ മാസ് ഈസ് 78. മോളാർ മാസ് എന്ന് പറയുമ്പോൾ ബെൻസീനിന്റെ അല്ലേ, സോൾവെന്റ് ആണ് 1. M1ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 78 ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ പിന്നെ എന്താ തന്നിരിക്കുന്നത്? വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ദെൻ ഈസ്. ആദ്യം പ്യുവർ ആയിരുന്നപ്പോൾ 0.850 ആണ്. ഈ ഒരു നോൺ ഇലക്ട്രോലൈറ്റ് ആയ നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ പ്രഷർ, അതായത് P1 ഇപ്പൊ എന്താന്നാ തന്നിരിക്കുന്നത്? 0.845 ബാർ ആണ്. അതായത് വേപ്പർ പ്രഷർ എന്ത് ചെയ്തു? ലോവർ ആയി അല്ലേ? 0.850 ഉള്ളത് 0.845 ആയിട്ട് ലോവർ ചെയ്തു. ഓക്കെ, ഇത്രയും തന്നിട്ടുണ്ട്. ആൻഡ് അവർ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദ മോളാർ മാസ് ഓഫ് ദ സോളിഡ് സബ്സ്റ്റൻസ്? അതായത് മോളാർ മാസ് M ആണ് കാണേണ്ടത്. ആരുടെ? ആ സൊല്യൂട്ടിന്റെ. M2 ആണ് എന്ത് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഡാറ്റ എന്ത് ചെയ്താൽ മതി? പിക്ക് ചെയ്താൽ മതി. പിന്നെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഡാറ്റ ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമ്മുടെ ഇക്വേഷൻ പുട്ട് ചെയ്താൽ മതി കേട്ടോ. ഇക്വേഷൻ എന്തായിരുന്നു? P01 മൈനസ് P1 ഡിവൈഡഡ് ബൈ P01 ഈക്വൽ ടു എന്താ പഠിച്ചത് നമ്മള്? W2 into M1 divided by M2 into W1. ഇതല്ലേ ഇക്വേഷൻ പഠിച്ചേ? ഇനി എന്ത് ചെയ്താൽ മതി? ഡാറ്റ ഫിൽ ചെയ്താൽ മതി കേട്ടോ. പ്യുവർ എന്താ ഇവിടെ ഡാറ്റാസ് ഉണ്ടല്ലോ. P01 എന്ന് പറയുമ്പോൾ 0.850 മൈനസ് P1 എന്ന് പറയുമ്പോൾ 0.845 ഡിവൈഡഡ് ബൈ P01, അതായത് 0.850 തന്നെ, വിച്ച് ഈസ് ഈക്വൽ ടു W2 എത്ര വാല്യൂ തന്നിരിക്കുന്നത്? 0.5 ആണ്. M1 എത്ര വാല്യൂ തന്നിരിക്കുന്നത്? 78 ആണ്. ഡിവൈഡഡ് ബൈ M2, അതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ട ടേം. W1 എത്രയാ തന്നിട്ടുണ്ട്? 39 ആണ് തന്നിട്ടുണ്ട്. ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് കാൽക്കുലേഷൻ ഇവിടെ ഈ പാർട്ട് ആദ്യം കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ആൻഡ് 39നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് കാൽക്കുലേഷൻ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ M2ന്റെ വാല്യൂ 170 gram per mole എന്ന് കിട്ടും. കാൽക്കുലേഷൻ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. കാൽക്കുലേഷൻ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ M2, ഈ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ M2നെ പിന്നെ എന്ത് ചെയ്താൽ മതി? റീഅറേഞ്ച് ചെയ്താൽ മതി. M2ന്റെ വാല്യൂ 170 എന്ന് കിട്ടും. ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. കാൽക്കുലേഷൻ പാർട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അടുത്ത കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുന്ന കേസാണ് പഠിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ T0B ഈ ഒരു സ്റ്റേറ്റ് കൊടുത്തതാണ് എന്ത്? ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെന്റ്. ഞാൻ എപ്പോഴും പറഞ്ഞു ആ മാർക്ക് നോട്ട് മേലെ 0 മാർക്ക് ചെയ്യുന്നത് എപ്പോഴാണ്? പ്യുവർ സ്റ്റേറ്റിനെയാണ് എന്ത് ചെയ്യുന്നത്? ഡിനോട്ട് ചെയ്യുന്നത്.
ആൻഡ് ടി ബി എന്ന് പറയുന്നത് എന്തിനാണ്? ആ ഒരു സൊല്യൂഷന്റെ ആണ്, ടോട്ടൽ സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പ്യുവർ സോൾവെന്റിന്റെ ആണ്, സോൾവെന്റിന്റെ പ്യുവർ സോൾവെന്റ് മാത്രമായിരിക്കുമ്പോൾ ഉള്ളതുണ്ടല്ലോ, അതാണ് ടി നോട്ട് ബി. ആ സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് ആണ് എന്ത്? ടി ബി. ക്ലിയർ? ഓക്കെ. ഇനി ഡെൽറ്റ ടി ബി ചേഞ്ച് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ബോയിലിംഗ് പോയിന്റിലെ. അപ്പൊ ഡെൽറ്റ ടി ബി കാണാൻ എന്താ ഞാൻ ചെയ്യേണ്ടത്? സൊല്യൂഷന്റെ ടി ബി മൈനസ് പ്യുവർ ആയിരിക്കുമ്പോഴുള്ള സ്റ്റേറ്റ് ആണ് ചെയ്യേണ്ടത്. ഈ ഇക്വേഷൻ ആദ്യം ഓർത്ത് വെക്കണം കേട്ടോ. ഡെൽറ്റ ടി ബി കാണാൻ, ചേഞ്ച് ഇൻ ബോയിലിംഗ് പോയിന്റ് കാണാൻ എന്താ ചെയ്യേണ്ടത്? ടി ബി മൈനസ് ടി നോട്ട് ബി. ഓക്കെ. ഇനി ഡെൽറ്റ ടി ബി ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. അപ്പൊ നമ്മളോട് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഫൈൻഡ് ചെയ്യാനൊക്കെ ചോദിച്ചാൽ നമ്മൾ എന്താണ്? ഡെൽറ്റ ടി ബി ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഓക്കെ, നമുക്ക് അറിയുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഡെൽറ്റ ടി ബി എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? മൊളാലിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആണ്. മൊളാലിറ്റി അങ്ങനെ കോൺസെൻട്രേഷൻ എക്സ്പ്രസിങ് ടേംസ് ഒക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പഠിച്ചതാണ്. ഇവിടെ എന്താണ്? ഡെൽറ്റ ടി ബി എന്തിന് പ്രൊപ്പോർഷണൽ ആണ് എന്നാ നമ്മൾ പഠിക്കണ്ടേ? മൊളാലിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു എന്ന് ഞാൻ പുട്ട് ചെയ്യുമ്പോൾ എന്ത് കൊടുക്കണം? ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കൊടുക്കണം. ആ കോൺസ്റ്റന്റ് ആണ് ആര്? കെ ബി. ഡെൽറ്റ ടി ബി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി ആണ്. അത് പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു എന്ന് പുട്ട് ചെയ്യണമെങ്കിൽ എന്ത് കൊടുക്കണം? ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കൊടുക്കണം അല്ലെ? അങ്ങനെ നമ്മൾ കൊടുത്ത കോൺസ്റ്റന്റ് ആണ് കെ ബി ട്ടോ. ഇതിനെന്ത് പറയും? ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയും, മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയും, എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന് പറയും. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ടേം കണ്ടിട്ടുണ്ട് കേട്ടോ, എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റിനെ പറ്റിയിട്ട്. അതൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താണ് മനസ്സിലാക്കുക? നമ്മൾ പഠിച്ചതിലെ കെ ബി ആണ് കേട്ടോ. കാൽക്കുലേഷൻ അതിൻ്റെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കെ ബി ആണ് ചോദിച്ചത്, എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. ക്ലിയർ അല്ലേ? അപ്പൊ ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു മൊളാലിറ്റി എന്ന് കിട്ടും. ഓക്കെ, ഇനി അതിന്റെ ഡെറിവേഷൻ ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കാം. മൊളാലിറ്റി എന്താന്ന് നിങ്ങൾക്ക് അറിയാലോ. മൊളാലിറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ കാണുക? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കൊടുക്കുക ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ്. സോൾവെന്റ് ആയതുകൊണ്ടാണ് ഞാൻ 1 കൊടുത്തത്. സോൾവെന്റ് എന്തിൽ പറയണം? മാസ് കിലോഗ്രാമിൽ പറയണം. മാസ് ഓഫ് സോൾവെന്റ് കിലോഗ്രാമിൽ പറയാം. മൊളാലിറ്റി കാണാൻ പറഞ്ഞ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. അതായിരുന്നു ഡെഫിനിഷൻ. ക്ലിയർ അല്ലേ? ഇനി N2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുക? നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ്. സൊല്യൂട്ടിന്റെ ആയതുകൊണ്ട് ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. താഴെ എന്താണ്? W1 സോൾവെന്റിന്റെ മാസ് എന്തിലേക്ക് മാറ്റണം? ഗ്രാമിലാണ് തന്നേന്നുണ്ടെങ്കിൽ കിലോഗ്രാമിലേക്ക് മാറ്റണം. കൺവേർട്ട് ചെയ്യാൻ ഞാൻ എന്ത് കൊടുക്കുന്നു? ഡിവൈഡഡ് ബൈ 1000. ഇത് പക്ഷെ ഓർക്കണം, ഇനി സപ്പോസ് ക്വസ്റ്റ്യനിൽ കിലോഗ്രാമിൽ തന്നെയാ തന്നേന്നുണ്ടെങ്കിൽ പിന്നെയും പോയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ഡിവൈഡഡ് ബൈ 1000 ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ജനറലി ഗ്രാമിലാണെങ്കിൽ എന്നുള്ള പോലെയാണ് നമ്മൾ 1000 വെച്ച് കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യനിൽ ഇറ്റ്സെൽഫ് കിലോഗ്രാമിൽ തന്നിട്ടുണ്ടെങ്കിൽ, സോൾവെന്റ് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ അവിടെ പോയിട്ട് 1000 കൊടുക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ? അപ്പൊ ആ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുമല്ലോ. മൊളാലിറ്റി W2 × 1000 മേലെ വന്നു, M2 W1 ടേംസ് താഴെ ഡിനോമിനേറ്ററിലും. ഓക്കെ, ഇനി ഡെൽറ്റ ടി ബിയിൽ പുട്ട് ചെയ്തോളൂ. ഡെൽറ്റ ടി ബി എന്താണെന്ന് നമ്മൾ പഠിച്ചേ? കെ ബി ഇൻറ്റു മൊളാലിറ്റി. ആ മൊളാലിറ്റി ആണ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് കേട്ടോ. ഓക്കെ, അപ്പൊ ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി അതുപോലെ തന്നെ കൊടുക്കുക. മൊളാലിറ്റി എന്തൊക്കെയാ കൊടുത്തത്? 1000 ഇൻറ്റു W2 ഡിവൈഡഡ് ബൈ M2 ഇൻറ്റു W1. കിട്ടിയല്ലോ. ഇതാണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ചോദിച്ചാൽ. ഇനി ഇതിന്ന് നമ്മളോട് അധികം എന്താണ് കണ്ടുപിടിക്കാൻ പറയാ? ഡിറ്റർമിനേഷൻ ഓഫ് M2 ആണ്. അപ്പൊ M2 കാണണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഈ ടേംസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഡെൽറ്റ ടി ബിയുടെ വാല്യൂ ഇവിടെയും പുട്ട് ചെയ്യുക, M2 ഇങ്ങോട്ടും കൊണ്ടുപോയാൽ M2 എന്ത് ചെയ്യുക? ഫൈൻഡ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇതാണ് എന്ത് ഫൈനൽ ഇക്വേഷൻ കേട്ടോ. M2ൻ്റെ ഫൈനൽ ഇക്വേഷൻ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തിട്ട് M2 ആണെങ്കിൽ M2, ഡെൽറ്റ ടി ബി ചോദിച്ചാൽ ഡെൽറ്റ ടി ബി കണ്ടുപിടിക്കാം. പിന്നെ ഫസ്റ്റത്തെ ഇക്വേഷൻ മറക്കരുത് കേട്ടോ. ഈ ഒരു ഇക്വേഷൻ ഡെൽറ്റ ടി ബിയും പ്യുവർ സ്റ്റേറ്റും തന്നിട്ട് ടി ബി കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഈ രണ്ട് ടേംസ് ടി ബി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. കാരണം പ്യുവർ സ്റ്റേറ്റിനെ നിങ്ങൾക്ക് അറിയാലോ വാട്ടറിൻ്റെ ഒക്കെ ബോയിലിംഗ് പോയിന്റ് 100°C ആണ്. അപ്പോൾ ആ 100ഉം ഈ ഇക്വേഷൻ പ്രകാരം നമ്മൾ ഡെൽറ്റ ടി ബിയും കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ് ടി ബി എന്ത് ചെയ്യാം, ഫൈൻഡ് ചെയ്യാം. അപ്പോൾ ഇത് ചോദിക്കാറുണ്ട്. ആ ഇക്വേഷൻ്റെ കൂടെ തന്നെ ഇതുകൂടെ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം കേട്ടോ. ഡെറിവേഷൻ ഫൈനൽ ഇക്വേഷൻ നോട്ട് ചെയ്തതല്ലേ, നമുക്ക് അതിന്റെ കാൽക്കുലേഷൻ നോക്കാം അല്ലേ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. 18 gram of ഗ്ലൂക്കോസിന്റെ ഫോർമുല കൊടുത്തിട്ടുണ്ട്. ഈസ് ഡിസോൾവ്ഡ് ഇൻ 1 kilogram of water in a saucepan. At what temperature will water boil at 1.013 bar? കെബിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 0.52 ആണ്. എന്നാൽ നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ ചോദിച്ചത് എന്താണ്, ആ ഒരു ടെമ്പറേച്ചർ എത്രയാണെന്ന് അല്ലേ. ഓക്കെ, കണ്ടുപിടിക്കാൻ ആദ്യം എന്താ നിങ്ങൾക്ക് വേണ്ടത്, ഡെൽറ്റ ടി ബി ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, KB × M അല്ലേ. KB ഇതിൽ ഡയറക്ട്ലി തന്നിട്ടുണ്ട് എത്രയാന്ന്, 0.52 ആണ്. ഓക്കെ, നിങ്ങൾ എന്താ ഇനി ആദ്യം കണ്ടുപിടിക്കേണ്ടത്, മൊളാലിറ്റി ഒന്ന് ഫൈൻഡ് ചെയ്തേ. മൊളാലിറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ കാണുക, മൊളാലിറ്റി ഈക്വൽ ടു ഗിവൺ മാസ് ബൈ നമ്പർ ഓഫ് മോൾസ് ബൈ മാസ് ഓഫ് സോൾവെന്റ് എന്തിൽ കൊടുക്കുക, കിലോഗ്രാമിൽ കൊടുക്കുക അല്ലേ. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാ ഫൈൻഡ് ചെയ്യുക, ഗിവൺ മാസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാന്ന്, 18 ആണെന്ന്. മോളിക്കുലാർ മാസ് ഓഫ് ഗ്ലൂക്കോസ് പുട്ട് ചെയ്യാൻ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കാണാൻ വേണ്ടിയിട്ട് ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഗ്ലൂക്കോസിന്റെ മോളാർ മാസ് എങ്ങനെയാ ഫൈൻഡ് ചെയ്യുക, C6 ആണ് അല്ലേ. അപ്പോൾ 12, കാർബണിന്റെ 6 ടൈംസ് വരും, ഹൈഡ്രജൻ 12 വരും. ഓക്സിജന്റെ മാസ് എത്രയായിരുന്നു, 16 ആണ്. അങ്ങനെ 6 ഓക്സിജൻ സം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 180 കിട്ടും കേട്ടോ മോളിക്കുലാർ മാസ്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ 180 കൊടുത്തു. അപ്പൊ 0.1 എന്ന് കിട്ടി. സോൾവെന്റ് 1 കിലോഗ്രാമിൽ തന്നെയാണ് തന്നത്. അപ്പൊ പിന്നെയും പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, 1000 കൊടുക്കണ്ട. അപ്പോൾ 0.1 മോൾ ഡിവൈഡഡ് ബൈ 1 kg. അപ്പൊ എന്തെന്നെ കിട്ടും ആൻസർ, 0.1 എന്ന് കിട്ടും അല്ലെ. മൊളാലിറ്റി 0.1 എന്ന് കിട്ടും. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, ഡെൽറ്റ ടി ബി ഈക്വൽ ടു KB × M ആണ്. KB എത്രയാണ്, 0.52 ആണ്. മൊളാലിറ്റി നമ്മളിപ്പോൾ ഫൈൻഡ് ചെയ്തു എത്രയാണ്, 0.1 ആണ്. മക്കളെ, നിങ്ങൾ മൊളാലിറ്റി സെപ്പറേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷനിൽ പുട്ട് ചെയ്താലും മതി കേട്ടോ. ഈ ഒരു ഇക്വേഷൻ പഠിച്ചല്ലോ, ഇതിൽ പോയിട്ട് KB എന്താണ്, 0.52 ആണ്. W2 സോൾവെന്റിന്റെ മാസ് എത്രയാണ് തന്നത് കൊടുക്കുക. M2 ടേം, W1 ടേം, ഈ ടേംസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫൈൻഡ് ചെയ്യാം കേട്ടോ. W2 എത്രയാ തന്നത്, 18 അല്ലേ. അപ്പൊ ഇവിടെ 18ഉം ഇവിടെ എത്രയാണ്, 180ഉം W1 ടേം എത്രയാ തന്നിരിക്കുന്നത്, 1 കിലോഗ്രാം ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. 1 കിലോഗ്രാം ആണ്. അപ്പൊ 1000ന്റെ ആവശ്യമില്ല. ഈ കൺവേർഷൻ ഡയറക്ട്ലി ചെയ്തിട്ട് കണ്ടുപിടിക്കുക കേട്ടോ. അല്ലെങ്കിൽ മൊളാലിറ്റി കണ്ടുപിടിച്ചിട്ട് KB × M കൊടുത്താലും മതി. ഓക്കെ, അപ്പോൾ 0.52 × 0.1 ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 0.052. ഇതാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക, ഡെൽറ്റ ടി ബി കിട്ടുക. എലിവേഷൻ
ഓഫ് ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ ടി ബിന്റെ വാല്യൂ കിട്ടി. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ആ ടെമ്പറേച്ചർ ആണ് അല്ലെ, ടി ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വാട്ടറിന്റെ ആണ് ബോയിലറ്റ്. ഈ ഒരു പ്രഷറൊക്കെ നിങ്ങൾക്ക് തന്നത് എന്താണ്? ആ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ കാണിച്ചതാണ്. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് പ്യുവർ ആയിട്ട് നിൽക്കുമ്പോൾ വാട്ടറിന്റെ എത്രയാ വരിക? 100 ഡിഗ്രി സെൽഷ്യസ്. ഡിഗ്രി സെൽഷ്യസിന് നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യാൻ എന്താ ആഡ് ചെയ്യുക? 273 അല്ലെങ്കിൽ എക്സാക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 273.15 വരും. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാല്യൂ എന്ത് കിട്ടും? 373.15. ഓക്കെ, ഇവിടെ നമ്മൾ പഠിച്ചിരുന്ന ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ ടി ബി ഈക്വൽ ടു ടി ബി മൈനസ് ടി നോട്ട് ബി. അപ്പോൾ ടി ബി കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ കാണാൻ ഡെൽറ്റ ടി ബി പ്ലസ് ടി നോട്ട് ബി അല്ലേ? ക്ലിയർ? ഈ ഡെൽറ്റ ടി ബിന്റെ വാല്യൂ ആണ് നിങ്ങൾക്ക് 0.052 എന്ന് കിട്ടിയത്. T0B പ്യുവർ വാട്ടറിൻ്റെ ആണ് നമുക്ക് എന്താണ് 373.15 എന്ന് കിട്ടിയത്. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വരും? ഫൈനൽ ആൻസർ ടി ബിയുടെ വാല്യൂ എന്ത് ചെയ്തോളും? കിട്ടിക്കോളൂ കേട്ടോ. ആൻസർ വരുന്നത് 373.202 എന്ന്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ബെൻസീൻ ഈസ് 353.23 ആണെന്ന് തന്നിട്ടുണ്ട്. വെൻ 1.80 gram ഓഫ് എ നോൺ വോളറ്റൈൽ സൊല്യൂട്ടിന്റെ ആണ് അല്ലേ? അപ്പൊ W2 ആണ് തന്നിരിക്കുന്നത്. വാസ് ഡിസോൾവ്ഡ് ഇൻ 90 gram ബെൻസീൻ എന്ന് പറയുമ്പോൾ W1 തന്നിട്ടുണ്ട്. ദ ബോയിലിംഗ് പോയിന്റ് ഈസ് റേസ്ഡ് ടു ആദ്യം 353.23 ഉണ്ടായിരുന്നത് എലിവേഷൻ നടന്നു, ഇൻക്രീസ് ചെയ്തു, റേസ് ചെയ്തിട്ട് എത്രയിലേക്ക് മാറി? 354.11 ആയിട്ട് മാറി. മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് M2 ആണ് എന്ത് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കെബിയുടെ വാല്യൂ തന്നിട്ടുണ്ട് എത്രയാന്ന്? 2.53 ആന്ന് തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ M2 എന്ത് ചെയ്താൽ മതി? ഫൈൻഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആ ചേഞ്ച് അവർ സെപ്പറേറ്റ്ലി തന്നിട്ടുണ്ട്. ആദ്യം ഇത്രയായിരുന്നു, അത് റേസ് ചെയ്ത് എലിവേറ്റ് ചെയ്തത് ഇത്രയിലേക്കാണ് എന്നുള്ളത്. അപ്പൊ ഡെൽറ്റ ടി ബി നിങ്ങൾക്ക് കണ്ടുപിടിക്കാലോ ചേഞ്ച്. ഓക്കെ, അപ്പോൾ എലിവേഷൻ ഡെൽറ്റ ടി ബി കാണാൻ എന്ത് ചെയ്താൽ മതി? ഫൈനൽ മൈനസ് ഇനീഷ്യൽ പോലെ 354.11 ആണ്. ഇപ്പോൾ ആദ്യം എത്രയായിരുന്നു? 353.23 ആയിരുന്നു. മൈനസ് ചെയ്താൽ ഡെൽറ്റ ടി ബിന്റെ വാല്യൂ എന്ത് കിട്ടും? 0.88 കെൽവിന് കിട്ടി. അപ്പോൾ ഡെൽറ്റ ടി ബിന്റെ വാല്യൂ കിട്ടും കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ M2ന്റെ ഇക്വേഷനിൽ എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. M2ന്റെ ഇക്വേഷൻ ഓർമ്മയല്ലേ? ഇതാണ് M2ന്റെ ഇക്വേഷൻ. M2 ഈക്വൽ ടു 1000 ഇൻറ്റു W2 ഇൻറ്റു KB ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ബി ഇൻറ്റു W1. ഓക്കെ, അപ്പോൾ 1000 കൊടുത്തിട്ടുണ്ട്. W2 1.8 ആണ്, വാല്യൂ കൊടുത്തു. KB into W2 into 1000 divided by delta TB into W1. ഇതല്ല ഇക്വേഷൻ. ഓരോ വാല്യൂസും പുട്ട് ചെയ്താൽ മതി കേട്ടോ. KBന്റെ വാല്യൂ പുട്ട് ചെയ്യുക, W2ന്റെ വാല്യൂ 1000 ഡിവൈഡഡ് ബൈ ഡെൽറ്റ TB, അത് നമ്മൾ അവിടെ നിന്ന് ഫൈൻഡ് ചെയ്ത് വെച്ചു, ഇൻറ്റു W1 90. ഇത്രയും ചെയ്താൽ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് M2ന്റെ വാല്യൂ എന്താന്ന് കിട്ടും? 58 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്ത് പഠിച്ചു? ബോയിലിംഗ് പോയിന്റിന്റെ കേസ് പഠിച്ചു. ബോയിലിംഗ് പോയിന്റിന് എന്താ നടക്കുക? റേസ് ചെയ്യുക, എലിവേഷൻ നടക്കുക, ഇൻക്രീസ് ആണ് നടക്കുന്നത്. അടുത്ത് പഠിക്കാൻ പോകുന്നത് ഫ്രീസിംഗ് പോയിന്റിന്റെ കേസാണ്. ഫ്രീസിംഗ് പോയിന്റിന് ഡിപ്രീഷൻ ആണ് നടക്കുക, മീൻസ് ഡിക്രീസ് ആണ് ചെയ്യുക. ഓക്കെ, നോക്കാം. നേരത്തെ നമ്മൾ ഡെൽറ്റ ടി ബിയുടെ ചെയ്തിരുന്നു, TB മൈനസ് T നോട്ട് ബി. ഹിയർ എന്താ? ഇവിടെ എന്താണ്? ഡെൽറ്റ TF ഈക്വൽ ടു T0F, അതായത് പ്യുവർ സ്റ്റേറ്റ് മൈനസ് TF എന്നാ വരുന്നത്. ഡിക്രീസ് ആണ് ചെയ്യുന്നത് ഇവിടെ കേട്ടോ. മറ്റേ കേസിൽ ഇൻക്രീസ് ആയിരുന്നു. അപ്പൊ നമ്മൾ എന്തായിരുന്നു ചെയ്തത്? TB മൈനസ് T നോട്ട് ബി ആയിരുന്നു. ഇവിടെ
T0F മൈനസ് TF ആണ്. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഡെൽറ്റ TFനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിപ്രീഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ് എന്ന് പറയുന്നത്. ഡെൽറ്റ TFും എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? മൊളാലിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു എന്ന് എഴുതുമ്പോൾ ഞാൻ അവിടെ എന്ത് പുട്ട് ചെയ്യണം? ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെ പുട്ട് ചെയ്യണം. അങ്ങനെ കൊടുത്ത പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് ആര്? KF എന്ന് പറയുന്നത്. KFന് എന്തൊക്കെ പറയാം? KF ഈസ് നോൺ ആസ് ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രീഷൻ കോൺസ്റ്റന്റ്, മോളാർ ഡിപ്രീഷൻ കോൺസ്റ്റന്റ് ഓർ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. ഓക്കെ, മറ്റേത് എന്തായിരുന്നു? KB എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് ആണ്, KF ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. ആ ടേമുകളൊന്ന് ഓർത്തു വെക്കണം കേട്ടോ. ഓക്കെ, നേരത്തെ ചെയ്തതുപോലെ തന്നെ ഡെറിവേഷൻ നോക്കാം. അപ്പൊ നമുക്കറിയാം ഡെൽറ്റ TF എന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു KF ഇൻറ്റു M എന്നുള്ളത് അല്ലെ, മൊളാലിറ്റി. മൊളാലിറ്റി എന്താന്നുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചല്ലോ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെയാണ് നമ്മൾ എങ്ങനെ റീഅറേഞ്ച് ചെയ്തത്? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. അപ്പോൾ ഇക്വേഷൻ പുട്ട് ചെയ്താൽ മൊളാലിറ്റിന്റെ കിട്ടുമല്ലോ. മൊളാലിറ്റി ഈക്വൽ ടു W2 ഡിവൈഡഡ് ബൈ M2 ഓൾ ഡിവൈഡഡ് ബൈ W1 ബൈ 1000. ഇനി ഡെൽറ്റ TFിൽ പുട്ട് ചെയ്താൽ മതി. ഡെൽറ്റ TF എന്താണ്? KF ഇൻറ്റു മൊളാലിറ്റി ആണ്. KFന്റെ വാല്യൂ കൊടുത്തു. ഇതാണ് എന്ത്? മൊളാലിറ്റി. അപ്പൊ KF ഇൻറ്റു മൊളാലിറ്റി ചെയ്തപ്പോൾ എന്ത് കിട്ടി? ഡെൽറ്റ TF ഫൈൻഡ് ചെയ്യാം. ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യുന്നു. W2 ഡിവൈഡഡ് ബൈ M2 ഹോൾ ഡിവൈഡഡ് ബൈ W1 1000. അതിനെ റീഅറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോമിലേക്ക് മാറുമല്ലോ. KF ഇൻറ്റു W2 ഇൻറ്റു 1000 ഹോൾ ഡിവൈഡഡ് ബൈ M2 ഇൻറ്റു W1. ക്ലിയർ? ഓക്കെ, ഇക്വേഷനെ M2 ആണ് ഫൈൻഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് ടേമിനെ എന്ത് ചെയ്യുക? ഇന്റർചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോ M2 ഈക്വൽ ടു എന്താ വാല്യൂ വരിക? KF ഇൻറ്റു W2 ഇൻറ്റു 1000 ബൈ ഡെൽറ്റ TF ഇൻറ്റു W1. ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫൈനൽ ഇക്വേഷൻ ട്ടാ. M2ന്റെ ഡെൽറ്റ TF ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എക്സ്ചേഞ്ച് ചെയ്താൽ മതി. പിന്നെ TF ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ഡെൽറ്റ TFന്റെ വാല്യൂ കണ്ടുപിടിച്ചത് പുട്ട് ചെയ്യുക, പ്യുവർ സ്റ്റേറ്റിലുള്ള ഫ്രീസിങ് പോയിന്റ് പുട്ട് ചെയ്യുക, മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? വാല്യൂ കണ്ടുപിടിക്കുക കേട്ടോ. അപ്പൊ ഈ ഇക്വേഷനും ഓർത്ത് വെക്കുക. ഇക്വേഷൻ നോട്ട് ചെയ്യുക, അതിന്റെ കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. 45 gram of ethylene glycol is mixed with 600 gram of water. Calculate the freezing point, depression and the freezing point of the solution. ഡിപ്രീഷന്റെ ഫ്രീസിംഗ് പോയിന്റ് പറയുമ്പോൾ അവിടെ എന്താണ്? ഡെൽറ്റ TF ആണ് കണ്ടുപിടിക്കേണ്ടത്. അടുത്ത എന്താണ്? ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദ സൊല്യൂഷൻ ആണ്. അപ്പൊ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? TF ആണ്. ഈ TF കണ്ടുപിടിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞ മറ്റേ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് യൂസ്ഫുൾ ആവുക കേട്ടോ. അപ്പൊ രണ്ട് ഫൈൻഡ് ചെയ്യണം. ചെയ്ത് നോക്കാം അല്ലേ? എത്ര തന്നിട്ടുണ്ട്? 45 gram ഓഫ് എത്തിലിൻ ഗ്ലൈക്കോൾ. ഇതാണ് നമ്മുടെ എന്ത്? സൊല്യൂട്ട് അല്ലേ? അപ്പൊ ഞാൻ അതിന്റെ ഗിവൺ മാസ് എന്ന് പറയുമ്പോൾ W2 വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. സോൾവെന്റിന്റെ ഗിവൺ മാസ് എന്ന് പറയുമ്പോൾ W1. ക്ലിയർ? ആൻഡ് വാട്ടറിന്റെ കേസിൽ, ഈ ഒരു കേസിൽ അവര് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, പക്ഷെ നിങ്ങളൊന്ന് വാല്യൂ പഠിച്ചു വെച്ചോളൂ കേട്ടോ. KFന്റെ വാല്യൂ വാട്ടറിന്റെ കേസിൽ എത്രയാണ് വരുന്നത്? 1.86. ഓക്കെ, അപ്പോൾ W1 എന്ന് പറഞ്ഞ ടേം 600 ആന്ന് കിട്ടി. W2 എന്ന് പറഞ്ഞ ടേം 45 ആന്ന് കിട്ടി. M2 എന്താ വരിക? M2 സൊല്യൂട്ട് എത്തിലിൻ ഗ്ലൈക്കോളിന്റെ മോളാർ മാസ് C2 അല്ലേ? അപ്പൊ 12
2 ടൈംസ് ഉണ്ട്, H6 ഉണ്ട്, ഓക്സിജൻ 16 2 ടൈംസ് ഉണ്ട്. കാൽക്കുലേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് M2ന്റെ വാല്യൂ എന്ത് കിട്ടും? എത്തിലീൻ ഗ്ലൈക്കോൾ 62 ആണെന്ന് കിട്ടും. ആൻഡ് T0F പ്യുവർ ആയിട്ടുണ്ടെങ്കിൽ T0Fന്റെ വാല്യൂ എന്താ വരിക? 0 ഡിഗ്രി സെൽഷ്യസ് കൺവേർട്ടഡ് ടു കെൽവിനിലേക്ക് ചെയ്താൽ എന്ത് വരും? 273 കെൽവിൻ. പ്യുവർ വാട്ടർ ബോയിലിംഗ് പോയിന്റ് ചോദിക്കുമ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 373. ഇവിടെയാണെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ് കൺവേർട്ട് ചെയ്യുമ്പോൾ 273 കെൽവിൻ. ഓക്കെ, ഡെൽറ്റ TFന്റെ ഇക്വേഷൻ അറിയാലോ. Delta TF equal to KF into W2 into 1000 divided by M2 into W1. വാല്യൂസ് എന്ത് ചെയ്യാം? പുട്ട് ചെയ്ത് നോക്കാം അല്ലേ. ഈ ഇക്വേഷനിൽ വാല്യൂസ് പുട്ട് ചെയ്താൽ മതി. KFന്റെ വാല്യൂ എത്രയാണ്? 1.86 ആണ്. W2 ഡാറ്റയിൽ തന്നിട്ടുണ്ട് 45 ആണ്. ഇൻറ്റു 1000 ഹോൾ ഡിവൈഡഡ് ബൈ M2ന്റെ മാസ് നമ്മൾ ഫൈൻഡ് ചെയ്ത് വെച്ചു 62 ആണ്. ഇൻറ്റു W1ന്റെ മാസ് എത്രയാണ്? 600. കാൽക്കുലേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ TFന്റെ ആൻസർ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2.25 കെൽവിൻ. കാൽക്കുലേഷൻസ് ചെയ്ത് നോക്കണം കേട്ടോ. ഡെൽറ്റ TFന്റെ വാല്യൂ കിട്ടി. അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു അല്ലേ. ദ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രീഷൻ വാല്യൂ എന്ത് കിട്ടി? 2.25 കെൽവിൻ കിട്ടി. സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദ സൊല്യൂഷൻ. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന ഇക്വേഷൻ എന്താണ്? ഇതല്ലേ, ഡെൽറ്റ TF ഈക്വൽ ടു T0F മൈനസ്, അതായത് പ്യുവർ ആയിട്ടുള്ള ഫ്രീസിംഗ് പോയിന്റിന്റെ വാല്യൂ മൈനസ് TF. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പ്യുവർ ആയിട്ടുള്ള എത്രയാണ്? 273 മൈനസ് TF. ഡെൽറ്റ T വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ TF. ഡെൽറ്റ TFന്റെ വാല്യൂ ഇപ്പൊ നമുക്ക് കിട്ടിയല്ലോ 2.25. അപ്പോൾ റീഅറേഞ്ച് ചെയ്ത TF കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? 273 മൈനസ് 2.25 അല്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും ആൻസർ? 270.75 കെൽവിൻ ആൻസർ കിട്ടും കേട്ടോ. അപ്പോൾ ഡെൽറ്റ TFന്റെ ഇക്വേഷനും അത് വെച്ചിട്ട് TF ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷനും പഠിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രീഷനും കണ്ടുപിടിക്കുക, ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദ സൊല്യൂഷനും കണ്ടുപിടിക്കാം. ഓരോ ടേമും ഒന്ന് ഓർത്ത് വെക്കുക. ഡെൽറ്റ TF എന്ന് വെച്ചാൽ ഫ്രീസിംഗ് പോയിന്റ്, ഈ ഒരു എന്താണ് ഡിപ്രീഷൻ പറയുന്ന പോയിന്റ് കേട്ടോ. ഡിപ്രീഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ആണ് ഡെൽറ്റ TF. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ആണ് ഡെൽറ്റ TB. T0B വെച്ചാൽ പ്യുവർ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ്, പ്യുവർ സോൾവെന്റിന്റെ. T0F വെച്ചാൽ ഫ്രീസിംഗ് പോയിന്റ്, പ്യുവർ ആയിട്ടുള്ള കമ്പോണന്റിന്റെ. ദെൻ പിന്നെ എന്തായിരുന്നു? TB വെച്ചാൽ സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ്. TF എന്ന് വെച്ചാൽ സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 gram ഓഫ് നോൺ ഇലക്ട്രോലൈറ്റ് സൊല്യൂട്ടിന്റെ മാസാണ്. അപ്പൊ എനിക്ക് എന്ത് കൊടുക്കാം? W2 എന്ന് കൊടുക്കാം അല്ലെ. is dissolved in 50 gram of benzene. അപ്പൊ ഇതാണ് സോൾവെന്റ്. അപ്പൊ ഞാൻ അതിന് എന്തെന്ന് കൊടുക്കുന്നു? W1. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാന്ന് കരുതുന്നു. W വെച്ചിട്ടുണ്ടെങ്കിൽ ഗിവൺ മാസ് ആണ്. M ആണ് എന്തിനാ കാണിക്കുന്നത്? മോളാർ മാസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 1 W1 M1 1 എന്ന് കൊടുക്കുന്നത് എന്തിനാണ്? സോൾവെന്റിനാണ്. സോൾവെന്റ് ആണ് ലാർജസ്റ്റ് ക്വാണ്ടിറ്റി ഉള്ള ആള്, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. അപ്പൊ സോൾവെന്റിനെയാണ് 1 വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, സൊല്യൂട്ടിനെയാണ് 2 വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ W1 വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഗിവൺ മാസ് ഓഫ് സോൾവെന്റ്. W2 വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട്. M1 വെച്ചിട്ടുണ്ടെങ്കിൽ മോളാർ മാസ് ഓഫ് സോൾവെന്റ്. M2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. ക്ലിയർ? ഓക്കെ. അപ്പോ അവിടെ എന്ത് നടന്നു എന്നാ? ബെൻസീന്റെ ബോയിലിംഗ് പോയിന്റ് ഇത്രയും ലോവർ ആയി. അതായത് അവർ ഡയറക്റ്റ്ലി എന്ത് തന്നിട്ടുണ്ട്? അവിടുത്തെ ചേഞ്ച് തന്നിട്ടുണ്ട്. ഡെൽറ്റ TFന്റെ വാല്യൂ അവർ തന്നിട്ടുണ്ട്.
ആൻഡ് ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രീഷൻ കോൺസ്റ്റന്റ് വാല്യൂ തന്നിട്ടുണ്ട്, അതായത് KFന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുമ്പോൾ M2 സൊല്യൂട്ടിന്റെ മോളാർ മാസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാ ഡാറ്റ തന്നത്? W2 തന്നിട്ടുണ്ട്, W1 തന്നിട്ടുണ്ട്, ΔTF തന്നിട്ടുണ്ട്, KF തന്നിട്ടുണ്ട്, M2 കണ്ടുപിടിക്കണം അല്ലേ? തന്ന ഡാറ്റാസ് ഞാനൊന്ന് പറയാം. W2 1 ഗ്രാം ആണ് തന്നിട്ടുണ്ട്, W1 50 ഗ്രാം ആണ് തന്നിട്ടുണ്ട്, ΔTF 0.40 ആണ് തന്നിട്ടുണ്ട്, KFന്റെ വാല്യൂ 5.12 ആണ് തന്നിട്ടുണ്ട്. M2 ആണ് എന്ത് ചെയ്തത്? ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇക്വേഷൻ അറിയാലോ. M2 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചല്ലോ. എന്തായിരുന്നു ഇക്വേഷൻ? M2 ഈക്വൽ ടു KF ഇൻറ്റു W2 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ W1 ഇൻറ്റു ΔTF. ΔTFന്റെ ഇക്വേഷൻ പഠിക്കുക. M2 ΔTF ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഇന്റർചേഞ്ച് ചെയ്തിട്ട് M2. ഓക്കെ, ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂസ് പുട്ട് ചെയ്യാം അല്ലേ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ΔTFന്റെ ഇക്വേഷൻ പഠിച്ചു. M2 കണ്ടുപിടിക്കുമ്പോൾ ഇത് രണ്ടും കൂടെ ജസ്റ്റ് എന്ത് ചെയ്ത് വിട്ട് കൊടുത്താൽ മതി? എക്സ്ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം M2ന്റെ ഇക്വേഷൻ ഓക്കെ പുട്ട് ചെയ്തേ. M2 ഈക്വൽ ടു KFന്റെ വാല്യൂ തന്നിട്ടുണ്ടല്ലോ 5.12. W2ന്റെ വാല്യൂ എത്രയാ വന്നിരിക്കുന്നത്? 1000. താഴെ എന്താണ്? W1ന്റെ വാല്യൂ എത്രയാ വന്നിരിക്കുന്നത്? 50. ΔTFന്റെ വാല്യൂ എത്രയാ കൊടുത്തിരിക്കുന്നത്? 0.40. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻസ് കംപ്ലീറ്റ് ആക്കിയാൽ നിങ്ങൾക്ക് ആൻസർ എന്ത് കിട്ടും? 256 കിട്ടും കേട്ടോ. M2ന്റെ വാല്യൂ 256 ഗ്രാം പെർ മോൾ. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഓസ്മോസിസ് ആണ്. അടുത്ത ഓസ്മോസിസ് തൊട്ടിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.